Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സിന്റെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് ഇച്ചിരി കൂടി സമയം എടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കുറച്ചും കൂടി ഇതുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കുറച്ച് സമയം ഓരോ പോർഷൻസും എടുത്ത് ഓരോ പോർഷനും എടുത്ത് കഴിയുമ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് വായിക്കാനായിട്ട് തരാം. നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ചാപ്റ്റേഴ്സും ടഫ് തന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സിന്റെ കുറച്ച് ഇച്ചിരി കൂടി കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെയാണ് വരുന്നത്. ഇതുവരേക്കും മിക്ക ക്ലാസ്സിലും ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയാറ്. പക്ഷെ ഒരു ഇച്ചിരി കൊമേഴ്സ് ആയതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കൊമേഴ്സ് ആണ് ഇതിൽ ടച്ച് കൂടുതൽ വരുന്നത്. അപ്പൊ ആ ഒരു ഉള്ളത് കൊണ്ടാണോന്ന് അറിയില്ല. ചില ക്ലാസ്സിൽ ഓക്കെ ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും കൂടി ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് സമയം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കാവുന്നതാണ്. അപ്പൊ നമ്മളെ ഹ്യൂമൻ റിസോഴ്സിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? റിക്രൂട്ട്മെന്റ് അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെ. അതിന്റെ ഒരു ഡൗട്ടാണ്. റിസോഴ്സ് പ്ലാനിങ് കഴിഞ്ഞു. ഇവിടെ തുടങ്ങിയാണെന്നൊന്ന് പറയാമോ? മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ഇത് തുടങ്ങിയാണോ? ജോബ് ഡിസ്ക്രിപ്ഷൻ ആവണം കഴിഞ്ഞ് ടു ഡെവലപ്പ് എ ഹ്യൂമൻ റിസോഴ്സ് വരെ എടുത്ത് മാൻ പവർ പ്ലാൻ കമ്പോണന്റ് എടുത്തിട്ടുണ്ട്. തുടങ്ങിയാണ് നമുക്ക് ഇവിടെ എഴുതിയത്. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് മാൻ പവർ പ്ലാൻ കമ്പോണന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, നമ്മള് എല്ലാ സ്റ്റാർട്ടിങ് തുടങ്ങി പറയുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. അപ്പോ അതില് മാൻ പവർ പ്ലാനിന്റെ കമ്പോണന്റ്, അതിന്റെ ഘടകങ്ങളാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. നോക്കാം എന്തായാലും അല്ലെ, 2-3 ഘടകങ്ങളാണ് ഈ ഒരു മനുഷ്യശക്തി വിഭവശേഷിയുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് നമ്മള് നോക്കാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഫോർകാസ്റ്റിംഗ് അതായത് പ്രവചനം. അതായത് എന്തായാലും മാൻ പവറിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും നമ്മൾ അതിന്റെ ഘടകങ്ങളിലേക്ക് വരുമ്പോൾ 3ആയിട്ടാണ് കമ്പോണൻസ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫോർകാസ്റ്റിംഗ്, സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് പ്ലാൻ, ദെൻ തേർഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. അപ്പൊ അതിൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രവചിക്കുക എന്നുള്ളതാണ് അല്ലെ. ഫോർകാസ്റ്റിംഗിന്റെ എക്സാക്ട് മീൻ എന്താണ്? പ്രവചിക്കുക. എന്താണ്? എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ അല്ലെ, ഭാവിയെ പറ്റിയിട്ട്, ഭാവിയിൽ എന്തൊക്കെ ആവശ്യം, എത്രത്തോളം തൊഴിലാളികളെ ആവശ്യമുണ്ട്, ഒപ്പം തന്നെ എന്താണ് നിലവിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് അതിന്റെ സ്റ്റോക്ക് എടുക്കലുമാണ് ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഘടകമായിട്ട് പറയുന്നത്. ഭാവിയിൽ ഇൻ കേസ് അല്ലെ ഹ്യൂമന്റെ ആവശ്യം, അവിടെ തൊഴിലാളികളുടെ ആവശ്യം വന്നേക്കാം, അതിനെക്കുറിച്ചും ഒപ്പം തന്നെ നിലവിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് അല്ലെ, അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് അതിന്റെ കണക്കെടുക്കലും, അതാണ് ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ഫോർകാസ്റ്റിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രവചിക്കുക എന്നുള്ളതാണ്. അതായത് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ്, ഭാവിയിലെ ആവശ്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുക, ഒപ്പം തന്നെ നിലവിലുള്ള റിസോഴ്സസ്, അവിടുത്തെ എംപ്ലോയീസിന്റെ കണക്കെടുക്കൽ. നമുക്ക് നേരത്തെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, എന്താണ് നമ്മൾ കണ്ടിരുന്നത്? എന്താണ് ഇൻവെന്ററി, സ്കിൽ ഇൻവെന്ററി എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. സ്കിൽ ഇൻവെന്ററിയിൽ എന്താണ് പറഞ്ഞത്? സ്കിൽ ഇൻവെന്ററിയിൽ എന്താണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്? സ്കിൽ ഇൻവെന്ററി എന്താണെന്നുള്ളത് മറന്നുപോയോ? ആർക്കെങ്കിലും ഒന്ന് എന്തെങ്കിലും പോയിന്റ്സ് ഓർമ്മയുണ്ടോ? സ്കിൽ ഇൻവെന്ററി. ഓക്കെ, സ്കില്ല് കഴിവാണ്. അതിൽ അവിടെയുള്ള തൊഴിലാളികളുടെ എന്താണ് രേഖപ്പെടുത്തുക? ഓക്കെ, അവരുടെ എബിലിറ്റിയും അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും എല്ലാം തന്നെ അതില് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ പറഞ്ഞു പോയി കാണാം. ഇതിന്റെ ഒരു പ്രത്യേകത ബിഗ് സബ്ജക്റ്റ് ആണ്. അത് മാത്രമല്ല നമ്മൾ ആഴ്ചയിൽ 2 അവരെ മാത്രമേ എനിക്കുള്ളൂ.
ഞാൻ ആദ്യം വന്ന് എടുത്ത് പിന്നെ നെക്സ്റ്റ് അവേഴ്സ് വരുമ്പോഴേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മറന്നുപോയി കാണും. എന്തായാലും നോക്കാം, സ്കിൽ ഇൻവെന്ററിയിൽ ജസ്റ്റ് ഞാനൊന്ന് പറയാം എന്താണ് സ്കിൽ ഇൻവെന്ററി. ഇവിടെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു ആ ഒരു ടോപ്പിക്കില്. കൃത്യമായിട്ട് പേഴ്സൺസിന്റെ എല്ലാ ഡീറ്റെയിൽസുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അതിൽ പ്രധാനമായിട്ട് സ്കിൽ ഇൻവെന്ററി കൺസിസ്റ്റ് ഓഫ് എ ഡാറ്റ അബൌട്ട് ഈച്ച് എംപ്ലോയീസ് സ്കിൽസ് എബിലിറ്റീസ് അല്ലെ, വർക്ക് പെർഫോമൻസ് ആൻഡ് അതർ ഐറ്റംസ് ഓഫ് ഇൻഫോർമേഷൻ ഇൻഡിക്കേറ്റിംഗ് ദ ഓവറോൾ വാല്യൂ ഓഫ് ദ കമ്പനി. കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടെ ആ നിലവിലുള്ള തൊഴിലാളി അത് അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ട്, കഴിവുകൾ ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ, അവർക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട്, എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, ആ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടാർഗറ്റുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്കിൽ ഇൻവെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതില് ഫസ്റ്റ്ലി അല്ലെ നമ്മള് കണ്ടെത്തിയ ഫസ്റ്റ് കമ്പോണന്റിൽ നമ്മൾ കണക്കെടുക്കുമ്പോഴെന്താണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മൾ ജസ്റ്റ് കണക്കെടുക്കുമ്പോൾ എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ നീഡ്സ് ആൻഡ് സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് അവൈലബിൾ റിസോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ നിലവിലുള്ള തൊഴിലാളികളുടെ കണക്കെടുക്കുക. അപ്പൊ ആ കണക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം, അവിടെയുള്ള ഓരോ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ പെട്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ്, അപ്പൊ ഭാവിയിലേക്ക് എത്രത്തോളം ആവശ്യം തൊഴിലാളികളിലേക്ക് ആവശ്യമുണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുകയുമാണ് ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ചെയ്യുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്താ നോക്കാം. റിക്രൂട്ട്മെന്റ് നെക്സ്റ്റ് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്ലാൻ ആണ്. To meet the gap between the internal resources and estimated need by external recruitment. അതായത് നമ്മളിപ്പോ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് അല്ലെ, ഇന്റേണൽ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിന്റെ കണക്ക് എടുത്തു, ഒപ്പം തന്നെ ഭാവിയിലേക്ക് ഉള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി. അപ്പൊ അതിന്റെ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് അല്ലെ, എത്രത്തോളം ആവശ്യകത ഉണ്ടാവും, എംപ്ലോയീസിന് നമ്മൾ എത്രത്തോളം വേണ്ടി വരും എന്നുള്ള റിക്രൂട്ട്മെന്റ് പ്ലാൻ, അതാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബാഹ്യ റിക്രൂട്ട്മെന്റ് വഴി ഇന്റേണൽ ആയിട്ടുള്ള റിസോഴ്സും അത് തമ്മിലുള്ള ഗ്യാപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് അത് നികത്താനായിട്ട് എത്രത്തോളം വേണം എന്ന് കണ്ടെത്തുന്ന ഒരു പ്ലാനാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വന്ന് ഫോർകാസ്റ്റിംഗ്, നിലവിലുള്ള എംപ്ലോയീസിനെ കുറിച്ച് നോക്കാം, ഭാവിയെ കുറിച്ച്, ഭാവിയിൽ എത്രത്തോളം എംപ്ലോയീസ് വേണ്ടി വരുമെന്നുള്ള ജസ്റ്റ് ഫോർകാസ്റ്റിംഗ് പ്രവചനം നടത്താം. സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് പ്ലാൻ അല്ലെ. റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള റിസോഴ്സസ് ഹ്യൂമൻ റിസോഴ്സസ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള അല്ലെ, ബാക്കിയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് എത്രത്തോളം വേണം എന്നുള്ളത് അത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ ആണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. നെക്സ്റ്റ് എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. 3 കമ്പോണൻസിലെ ഫസ്റ്റ് ഫോർകാസ്റ്റിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് തുടങ്ങിയിട്ടാണ് ഇനി നമുക്ക് താഴെയിട്ട് അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത്. റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളത് പ്രധാനമായിട്ട് ഇതിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഉള്ള ഒരു കമ്പോണന്റ്, ഒരു ഘടകം എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ ആണ്. എന്താണ്? ടു യൂട്ടിലൈസ് ഫുള്ളി ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ടു ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽ റിസോഴ്സസ്. അതായത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്തൊക്കെ അർത്ഥം? യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഉപയോഗപ്രദമാക്കും. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ഉപയോഗപ്രദമാക്കണം അല്ലെ. ഓരോ ഹ്യൂമൻ റിസോഴ്സസിന്റെ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടും അല്ലെ, നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ അവരെ കൂട്ടത്തിൽ കുറച്ചും കൂടി ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ ആ ഒരു കഴിവ്, അത് സ്കില്ല് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട പ്ലാൻ തയ്യാറാക്കുകയാണ് നെക്സ്റ്റ് കമ്പോണന്റ്, നെക്സ്റ്റ് ഘടകം എന്ന് പറയുന്നത്. To utilize fully the human resources of the organization and to develop the potential resources. നിലവിലുള്ള റിസോഴ്സുകൾക്കും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ അധികം നമ്മളിപ്പോ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അവർക്കെല്ലാം അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഫുള്ളി മാക്സിമം അവരെ ഉപയോഗപ്രദമാക്കുക. അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ് കാര്യങ്ങളാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, 3 ഘടകങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഫോർകാസ്റ്റിംഗ്, സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് പ്ലാന്, തേർഡ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ആദ്യം തന്നെ പ്രവചിക്കുക, അതായത് എത്രത്തോളം പേഴ്സൺസ് ഇവിടെ നിലവിലുണ്ട്, ഭാവിയിലേക്ക് ഇനി എത്രത്തോളം പേഴ്സൺസിനെ കണ്ടെത്തേണ്ടതുണ്ട്. ദെൻ റിക്രൂട്ട്മെന്റ് പ്ലാൻ, നിലവിലുള്ള റിസോഴ്സസ് അത്
വെച്ചിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിലെ ഇന്റേണൽ സോഴ്സിൽ അല്ലെ, അത് നമ്മളെ സ്കിൽ ഇൻവെന്ററിയിലൊക്കെ നമ്മൾ കണ്ടു. ഇന്റേണൽ സോഴ്സ് വെച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ ആ ഇന്റേണൽ സോഴ്സ് വെച്ച് തന്നെ നികത്തിയിട്ട് ബാക്കി താഴെ തട്ടിലുള്ള ജീവനക്കാരെയൊക്കെയാണ് പുറത്തുനിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത്. അതായത് അപേക്ഷകൾ കണ്ടെത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്ലാനിങ് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്ലാൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ഹ്യൂമന്റെ മാക്സിമം അവരുടെ ആ കഴിവ് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ഭാഗത്തേക്ക് കണ്ടിന്യൂ ചെയ്യാനോ? റിക്രൂട്ട്മെന്റ് എന്താന്നുള്ളതിലേക്ക് നോക്കാം. ഓക്കെ, റിക്രൂട്ട്മെന്റ് നോക്കാം. റിക്രൂട്ടിംഗ് മീൻസ് the discovering of a talented applicants for an actual or expected organizational vacancies. റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് എക്സ്പെക്ടഡ് ഓർഗനൈസേഷൻ വേക്കൻസി, അതായത് പ്രതീക്ഷിക്കാവുന്ന ഓർഗനൈസേഷന്റെ വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഒഴിവുകളിലേക്ക്, അല്ലെ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളിലേക്ക് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് എന്ന് പറയുമ്പോൾ കഴിവുറ്റ വ്യക്തികളെ ക്ഷണിക്കാനായിട്ട് അല്ലെ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നിലവിലുള്ള ഒഴിവിലേക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളിലേക്ക് നല്ല കഴിവുറ്റ ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഒരു ഇതുകൂടി പറയുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് potential employees and encouraging them to apply for the jobs in an organization. അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് ഏതൊരു സ്ഥാപനത്തിലേക്കും നമുക്ക് സാധ്യമായ എംപ്ലോയികളൊക്കെ അതിനെ അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അപേക്ഷകളിൽ നമുക്ക് നല്ല ഒരു സ്ഥാപനമാണെന്ന് കണ്ടാൽ മാത്രമാണ് എല്ലാവരും അപേക്ഷിക്കും അല്ലെ. അവിടേക്ക് അത്യാവശ്യം സാലറി ഒക്കെ കിട്ടും, എന്തെങ്കിലും പാക്കേജസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ അല്ലെങ്കിൽ വേറെ അല്ലെ നമ്മുടെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ് എന്നൊക്കെ കണ്ടെത്തിയാൽ മാത്രമാണ് നല്ല ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ അവിടെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുകയുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അട്രാക്ട് ചെയ്യുക എന്താണ്? സാധ്യമായ എംപ്ലോയീസുകളെയൊക്കെ ആ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ള പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത്? രണ്ട് കൃത്യമായിട്ടുള്ള സെന്റൻസ് പറയുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് മീൻസ് the discovering of a talented applicants for an actual or expected organization vacancies. അതായത് നിലവിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളിലേക്ക് നല്ല കഴിവുറ്റ ഉദ്യോഗാർത്ഥികളെ അവരെ കണ്ടെത്തുക എന്നതാണ് റിക്രൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇതിൽ പറയുന്നത്, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ്? ഓർഗനൈസേഷനിലേക്ക് അല്ലെ സ്ഥാപനത്തിലേക്ക് നല്ല കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ അല്ലെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ അവർക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ്? റിക്രൂട്ട്മെന്റ് ഹാസ് ബീൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, റിക്രൂട്ട്മെന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പൊ നമ്മൾ എന്താ പറയുക ഓരോ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അതിലേക്ക് ശ്രദ്ധ വന്നിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുകൂടി ചിന്തിക്കണം അല്ലെ. അത് കുറച്ചുകൂടി നമ്മൾ എല്ലാവരും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരായത് കൊണ്ട് തന്നെ ഈ ഒരു ഇതിലേക്ക് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും.
എന്താണ് റിക്രൂട്ട്മെന്റ് അല്ലെ. റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത് കൂടുതൽ അപേക്ഷ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. റിക്രൂട്ട്മെന്റ് has been considered as the most important function of personal administration. അതായത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ബിക്കോസ് അൺലെസ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഈസ് നെറ്റ് ഹൈഡ്, ഈവൻ ദ ബെസ്റ്റ് പ്ലാൻസ്, ഓർഗനൈസേഷൻ ചാർട്ട്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് വുഡ് നോട്ട് ഡു മച്ച് ഗുഡ്. അതായത് കൃത്യമായിട്ടുള്ള ഒഴിവിലേക്ക് അല്ലെ, കൃത്യമായിട്ടുള്ള പേഴ്സണെ തന്നെ നിയമിക്കാൻ പറ്റിയില്ല എങ്കിൽ, ഇൻ കേസ് എന്താണ് കൃത്യമായിട്ട് ഹയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ നിയമിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും ഈവൻ ദ ബെസ്റ്റ് പ്ലാൻ, ഓർഗനൈസേഷൻ ചാർട്ട്സ് ആൻഡ് കൺട്രോളിംഗ് സിസ്റ്റംസ് വുഡ് നോട്ട് ഡു മച്ച് ഗുഡ്. അത് അല്ലെ ഏതൊക്കെ തരത്തിലുള്ള പ്ലാനുകൾ, നല്ല പ്ലാനുകളൊക്കെ എടുത്താലും അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് വലിയ വലിയ ചാർട്ടുകളും അല്ലെങ്കിൽ കൺട്രോളിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നാലും എന്താണ് അതിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലേ, ഒരു തൊഴിലാളി കൃത്യമായിട്ടുള്ള തൊഴിലാളി അല്ലെ, അവിടെ എംപ്ലോയി ചെയ്യുന്ന വർക്കിന് അനുയോജ്യമായ തന്നെ എംപ്ലോയിനെ നിയമിച്ചില്ല എങ്കിൽ അവർക്ക് നല്ല എഫോർട്ടോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഒരു ടെക്നിക്കൽ സ്റ്റാഫിനെ കൊണ്ടുവന്നുകൊണ്ട് അല്ലെ നഴ്സിംഗ് ഫീൽഡിലേക്ക് കൊണ്ടുവന്നാൻ പറ്റില്ല. അവർക്ക് നഴ്സിംഗ് അതിൻ്റെതായിട്ടുള്ള നമുക്കറിയാം, വ്യത്യസ്ത ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ നഴ്സ് എന്ന് പറയുന്നത് പല പല സെക്ഷൻ അല്ലെ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം അവിടേക്ക് കൈകാര്യം ചെയ്യുക അല്ലെ. അവിടെയെല്ലാം സ്മാർട്ടായി അല്ലെ, അത് ഒരു പേടിയും കൂടാതെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയായിരിക്കണം അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പേഴ്സണും കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. ഇൻ കേസ് അങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുത്തില്ല എങ്കിൽ ഒരുപാട് പ്ലാൻ അല്ലേ, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ഒരുപാട് പ്ലാനും കൺട്രോൾ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നാലും അതിന് അതിൻ്റെതായ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. It is often turned positive in that it pursues people to apply for jobs to enhance the hiring ratio. That is the number of applicants for a job. Pursuits എന്ന് പറയുമ്പോൾ what do you mean by pursuits? എന്താണ് pursuits എന്ന് മീൻ ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ, പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. Okay, it is often turned positive in that it pursued people to apply for job to enhance the hiring ratio. That is, അതായത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളത് അത് നല്ല അല്ലെ പോസിറ്റീവ് സെൻസിൽ ഒരുപാട് പേരെ പ്രേരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് എങ്കിൽ അത് പോസിറ്റീവ് സെൻസ് ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസിന് അല്ലെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓഫൺ ടേൺഡ് പോസിറ്റീവ്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ എടുക്കാം. ഒരുപാട് പേര് ആ ഒരു ഫേമിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ഹയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഫോർ എ ജോബ്, ജോബിന് വേണ്ടിയിട്ട് എത്രത്തോളം ആപ്ലിക്കൻസ് വരുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഹയറിംഗ് റേഷ്യോ വരുന്നത്. Then selection on the other hand tends to be negative because it is refused a good number of those who apply, leaving only the best to be hired. നമ്മൾ ചിലപ്പോഴൊക്കെ അറിയാലോ, ചില സ്ഥാപനങ്ങളിലേക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ചിലര് ശ്രമിക്കാറില്ല. എന്താണ് അപ്ലൈ ചെയ്യാന്ന് ചോദിക്കാൻ പറയും, അതിൽ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊന്നും അതിനുള്ള ചാൻസ് ഇല്ല, അർഹത, അതായത് നമ്മളെ ഒന്നും സെലക്ട് ചെയ്യില്ല അല്ലെ. ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ഒക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷെ അവരുടെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അവര് കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ എക്സ്പീരിയൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില ഇതിലെ അറിയാം നല്ല മാർക്കിന്റെ സ്കോർ ഒക്കെ അവർ ശ്രദ്ധിച്ചെന്ന് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷന്റെ ആ ഒരു മാനദണ്ഡം വെക്കുമ്പോൾ സെയിം കാൻഡിഡേറ്റ് ഒക്കെ തന്നെയായിരിക്കും വെക്കുന്നത്. പക്ഷെ സെലക്ഷൻ രീതിയിലേക്ക് വരുമ്പോൾ എന്താണ് 100 പേരുടെ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ചിട്ട് അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ 10 പേരൊക്കെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരെ സംബന്ധിച്ച് സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഒരുപാട് പേരെ അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അവർക്ക് എന്താണ് 100 പേരിൽ നിന്ന് നന്നായിട്ട് നല്ല സെലക്റ്റബിൾ ആയിട്ടുള്ള ഒരു 10 പേരെ തെരഞ്ഞെടുത്താൽ മതി. ഓക്കെ, 100-ൽ ഒരു 10 പേരെ തെരഞ്ഞെടുത്താൽ മതി.
ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നിന്ന് തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ, ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയെ കണ്ടെത്താനായിട്ട് സ്ഥാപനത്തിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ദോസ് ഹു അപ്ലൈ ലിവിംഗ് ഓൺലി ദ ബെസ്റ്റ് ടു ബി ഹയർഡ്. അവരെന്താണ്, കുറച്ചു പേര് മാത്രമേ ഇവര് ചൂസ് ചെയ്യുള്ളൂ. ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് ശ്രമിച്ചാലും അതിൽ നിന്നും വളരെ വിരളമായ പേരില് കുറച്ച് പേര് തന്നെ അത് അവര് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡില് മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്താണ്, ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ഒരുപാട് പേരെ അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് അല്ലെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ്സ് ഫസ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്താണ് റിക്രൂട്ട്മെന്റ്? മീൻസ് ദ ഡിസ്കവറിംഗ് ഓഫ് എ ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ എ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷൻ വേക്കൻസീസ്. നിലവിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒഴിവുകളിലേക്ക് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ വീണ്ടും മറ്റൊരു മീനിങ്ങിൽ നോക്കിയാൽ റിക്രൂട്ട്മെന്റ് is the process attracting potential employees and encouraging them to apply for the job in an organization. അതായത് ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പ്രധാനമായിട്ടും വരിക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ റിക്രൂട്ട്മെന്റ് എന്താന്നുള്ളത്? ടെസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് പറയാട്ടോ, എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, ജസ്റ്റ് ഒന്നുകൂടി പറയാം. റിക്രൂട്ട്മെന്റ് മീൻസ് ദ ഡിസ്കവറിംഗ് ഓഫ് എ ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷണൽ വേക്കൻസീസ്. ഒരു സ്ഥാപനത്തിലെ റിക്രൂട്ട്മെന്റ് നടത്തുക എന്നുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്ഥാപനത്തിലെ റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെ. റിക്രൂട്ട്മെന്റ് നടത്തുന്നത് സാധാരണയായിട്ട് മാൻ പവർ എന്ന് പറയുന്നത് മനുഷ്യശക്തി എന്നാണ്. നമ്മള് ഇതല്ലേ ഈ ഒരു ഞാൻ എപ്പോഴും ഫസ്റ്റില് ക്ലാസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എടുത്തതിന്റെ പ്രധാന കാരണം ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്നുള്ളത് മൈൻഡിലേക്ക് കൊണ്ടുവരണം അല്ലെ. ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ് ഹ്യൂമൻ എന്ന് പറയുന്നത് അല്ലെ, അവിടെയുള്ള വർക്കേഴ്സ്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യന്റെ മാൻ പവർ എന്ന് പറയുന്ന മനുഷ്യന്റെ ശക്തിയാണ്. അവിടെ ഉള്ള തൊഴിലാളികളുടെ കഴിവുകളാണ് നമുക്ക് കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടുവരേണ്ടത്. നല്ല ടാലന്റഡ്, നല്ല കഴിവുള്ള വ്യക്തികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നല്ല കൃത്യമായിട്ടുള്ള പ്ലേസിൽ കൃത്യമായിട്ടുള്ള പേഴ്സണെ തന്നെ നിയമിച്ച് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്താൽ മാത്രമാണ് ഒരു സ്ഥാപനം, ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതില് പ്രധാനമായിട്ട് റിക്രൂട്ട്മെന്റ് വരുന്നത് നമ്മൾ ജസ്റ്റ് നേരത്തെ കണ്ട സ്കിൽ ഇൻവെന്ററി നോക്കിയിട്ട് എന്തെങ്കിലും ഒഴിവുകളൊക്കെ വരുമ്പോൾ സ്കിൽ ഇൻവെന്ററി നോക്കിയിട്ട് അവിടെ മേൽത്തട്ടിലുള്ള ഒഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ എന്താണ് ആ ഒഴിവുകളിലേക്ക് അവിടെയുള്ള കഴിവിട്ട വ്യക്തികളെ തന്നെ തൊഴിലാളികളെ തന്നെ നിയമിക്കുകയും താഴെ തട്ടിലുള്ള ഒഴിവുകളിലേക്ക് പുറത്തുനിന്ന് അപേക്ഷകൾ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ താഴെ തട്ടിലുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുക എന്നുള്ളത് അതാണ് റിക്രൂട്ട്മെന്റ് എന്നതിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അപേക്ഷകൾ വരുമ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെ, ഏറ്റവും നല്ല തൊഴിലാളികളെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ മാൻ പവർ എന്ന് പറയുന്നത് മനുഷ്യശക്തിയാണ്. ഏതൊരു സ്ഥാപനത്തിനും അത് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള മനുഷ്യന്റെ ശക്തി നന്നായിട്ട് തന്നെ വിനിയോഗിക്കേണ്ടതുണ്ട്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നല്ല ടാലന്റഡ് ആയിട്ടുള്ള അപേക്ഷകൾ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മള് ഒഴിവുകളിലേക്ക്
പുറത്തിൽ നിന്ന് ഒരുപാട് അപേക്ഷകരെ കണ്ടെത്തുക. അതും അതിൽ നിന്ന് നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുപാട് അപേക്ഷകരെ കണ്ടെത്തുന്നത്. ഓക്കെ, എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് മനസ്സിലായോ? റിക്രൂട്ട്മെന്റ് മീൻസ് ഡിസ്കവറിങ്, കണ്ടുപിടിക്കുക, ഓഫ് ടാലന്റഡ് ആപ്ലിക്കൻസ്, അതായത് നല്ല കഴിവുറ്റ അപേക്ഷകളെ കണ്ടെത്തുക, ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷൻ വേക്കൻസി, നിലവിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഓർഗനൈസേഷന്റെ ഒഴിവുകളിലേക്ക് നല്ല കഴിവുറ്റ അപേക്ഷകളെ കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം. എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് അല്ലെ? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഘടകങ്ങളുണ്ട്. നിങ്ങൾക്ക് സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ കൊണ്ട് തന്നെ അറിയിപ്പിച്ച് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. റിക്രൂട്ട്മെന്റ് എന്താതൊക്കെ ഉള്ളത് ആ ടേംസ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ആ ടേംസ് അറിയാം അല്ലെ? അത് ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന മാറ്റേഴ്സ് ആണ്. സെലക്ഷൻ എന്താണ്, അതേമാതിരി തന്നെ ഇന്റർവ്യൂ എന്താണ്, നമ്മളെല്ലാം ഫേസ് ചെയ്യാവുന്ന അല്ലെ, ഓരോ തൊഴിലിന് വേണ്ടിയിട്ട് ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ദെൻ പ്രൊമോഷൻ എന്താണ്, ഡിമോഷൻ എന്താണ്, ട്രാൻസ്ഫർ എന്താണ്, ഇനിയുള്ള ഭാഗങ്ങൾ അങ്ങോട്ടേക്ക് എന്താണ് തീർച്ചയായിട്ടും അറിയാവുന്ന നിങ്ങൾക്ക് കൂടി സുപരിചിതമായിട്ടുള്ള ഇതുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടി അല്ലെ നമ്മളോട് കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി ഇതില് ഒരു റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് അല്ലെ അറിയാം. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ലോലി പോവാം. എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്? ദിസ് വേരീസ് വിത്ത് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. വ്യത്യസ്ത തരത്തിലുള്ള ഫാക്ടറുകൾ അല്ലെ, അതിനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമുണ്ട്. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് നോക്കാം. ഒന്നാമതായിട്ട് റിക്രൂട്ട്മെന്റ് നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഓർത്താൽ മതി അല്ലെ. അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും അപേക്ഷകൾ കൊടുക്കുന്നത്? ഏതൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ കൊടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മളുടെ ഉദ്ദേശങ്ങൾ? എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടാവോ? നിങ്ങൾക്ക് തന്നെ പറയാം, മെസ്സേജ് അയക്കാം. സ്ഥാപനത്തിലേക്ക് നമ്മൾ ഓക്കെ ജോലി കിട്ടണം, പിന്നെ എന്തൊക്കെ വേണം നമുക്ക്? നല്ലൊരു അല്ലെ ജോലി ചെയ്യാനുള്ള നല്ല അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവണം, അത്യാവശ്യം സാലറി ഉണ്ടാവണം, എന്തെങ്കിലും ബെനിഫിറ്റ് അല്ലെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ നല്ല എൻവയറമെന്റ്. ഓക്കെ, നല്ല എൻവയറമെന്റ് സാഹചര്യങ്ങളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കുന്നത്. സ്ട്രെസ് ഒന്നും പാടില്ല. പിന്നെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും വികസിക്കുകയാണെങ്കിൽ ഇൻസെന്റീവ്സ്, ഓക്കെ, പാരിതോഷികങ്ങൾ എന്തെങ്കിലും കിട്ടാൻ പറ്റുമെങ്കിൽ അതൊക്കെ കിട്ടണം. ഗുഡ് ആംബിയൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഏതോ ഒരു പേഴ്സണും അദ്ദേഹത്തിന്റെ പ്രൊമോഷനും ഓക്കെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും എവിടെയെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മൾ ആ സ്ഥാപനത്തിന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കും, ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. നമുക്കറിയാം ഒരു വലിയൊരു സ്ഥാപനമൊക്കെ ആകുമ്പോൾ ഒരുപാട് അപേക്ഷകൾ. ഓക്കെ, അത് എല്ലാത്തിനും അല്ലെ ടൈം ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കും. അപ്പൊ നോക്കുക ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒന്നാമതായിട്ട് വലിയൊരു കമ്പനിയിലേക്കൊക്കെ ആവുമ്പോൾ നമ്മൾ അല്ലെ നമ്മളുടെ അർഹമായ യോഗ്യതയൊക്കെ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും പേര് കേട്ട ഒരു വലിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. ഫസ്റ്റ് വൺ എന്താണ്? ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ വലിപ്പം. നെക്സ്റ്റ് എന്താണ്? കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി വേർ ദ ഓർഗനൈസേഷൻ ഈസ് ലൊക്കേറ്റഡ്. ആ സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെ നമുക്കറിയാം പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ എന്ത് തന്നെയാണെങ്കിലും അവിടെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതില് കൃത്യമായിട്ട് തന്നെ ഡ്യൂട്ടികളൊക്കെ ഇന്ന ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നടത്താൻ പാടുമോ എന്നുള്ള പ്രത്യേക നിർദ്ദേശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഫാക്ടർ തന്നെയാണ്. കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി വേർ ദ ഓർഗനൈസേഷന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെ ആ സ്ഥാപനത്തിന് സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലെ തൊഴിലിന്റെ വ്യവസ്ഥകൾ എന്തെങ്കിലുമൊക്കെ പാലിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഒരു പ്രധാന ഘടകമാണ്. എന്താണ് റിസൾട്ട്? നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അവിടെ അല്ലെ ഹോസ്പിറ്റലൊക്കെ നല്ല തിക്കും തിരക്കും പിടിച്ച ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പെർമിഷനും കാര്യങ്ങൾ ചിലപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും. നല്ല ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്കറിയാം അല്ലെ വലിയ വലിയ കമ്പനികളൊക്കെ ചിലപ്പോഴൊക്കെ എന്താണ് അത് നന്നായിട്ട് റൺ ചെയ്ത് പോകുന്നതായിരിക്കും. പക്ഷെ
അത് മതിയായ സ്ഥലത്തായിരിക്കില്ല അത് സ്ഥാപിച്ചിരിക്കേണ്ടത്. ആ ഒരു സ്ഥലത്തിന് തന്നെ എന്താണ് പരിഗണന കൊടുക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം ചിലപ്പോഴൊക്കെ ആ സ്ഥാപനം നിലച്ചു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആരെങ്കിലും അപ്ലൈ ചെയ്യും? ഇല്ല. അപ്പൊ ആ ഒരു കണ്ടീഷൻ വ്യവസ്ഥകളും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. Then എന്താണ് the result of past recruiting efforts which show the organization's capacity to locate and keep good performing people. അതായത് ജനങ്ങളിൽ നിന്ന് അല്ലെ അവിടെ ആ ഒരു സ്ഥാപനം നമുക്കൊരു സ്ഥാപനമാണ് എങ്കിൽ അവിടെ മികച്ച പ്രകടനം നടത്തുന്ന ഇത് കണ്ടെത്താനും നിലനിർത്താനുമായിട്ട് ആ ഓർഗനൈസേഷൻ കാണിക്കുന്ന മുൻകാല പ്രാബല്യങ്ങൾ, അതായത് നേരത്തെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ മികച്ചവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്, അത് എപ്പോഴും തീർച്ചയായിട്ടും നമ്മളിപ്പോ ആണല്ലേ ഒരു വീണ്ടും വീണ്ടും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തിരുന്നത് കൂടി നമ്മൾ നോക്കിയിട്ടാണ് അത് റിക്രൂട്ട്മെന്റിന് തയ്യാറാകുന്നത്. അപേക്ഷ കൊടുക്കാനായിട്ട് ഉദ്യോഗാർത്ഥികൾ തയ്യാറാകണം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 100-200 പേരെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് ചിലപ്പോൾ എങ്കിൽ ഒരു എന്താ പറയുക 10-20 പേരെ മാത്രം സെലക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അവിടെ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഫോളോ അപ്പ് എങ്ങനെയാണോ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അപേക്ഷകര് അപേക്ഷ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത്. അതാണ് പറയുന്നത്. കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളില് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. Then എന്താണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി ആൻഡ് ബെനിഫിറ്റ് പാക്കേജസ് ഓഫേർഡ് ബൈ ദ ഓർഗനൈസേഷൻ which may influence the turnover and demand future recruiting. അതായത് നമ്മളിപ്പോ ടേൺ ഓവർ ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ അല്ലെ വിറ്റുവരവും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഫ്യൂച്ചർ ആയിട്ട് ഭാവിയിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബെനിഫിറ്റ് പാക്കേജുകളൊക്കെ അല്ലെങ്കിൽ സാലറി ഒക്കെ കൂട്ടി കൊടുക്കുമോ? നമുക്കറിയാമല്ലേ ഓരോ സ്ഥാപനങ്ങളും അതിൻ്റെതായ ടേൺ ഓവറും വിറ്റുവരവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാലറി കൂട്ടി കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ കൂടുതലായിട്ട് വ്യക്തികളെ വീണ്ടും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എല്ലാം പരിശോധിക്കും. അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് സാലറി നേരത്തെ പറഞ്ഞ മാത്രമേ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് അല്ലെ സ്ട്രെസ്സും കാര്യങ്ങളും ഉള്ള ഒരു ഇതാണോ നമുക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് ചിന്തിച്ചിട്ടാണ് ആപ്ലിക്കേഷൻസ് ഉദ്യോഗാർത്ഥികൾ കൊടുക്കുകയുള്ളൂ. സാലറി നേരത്തെ പറഞ്ഞ മാതിരി ടേൺ ഓവർ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾക്കും കിട്ടുമോ എന്നുള്ളതൊക്കെ അവര് സെർച്ച് ചെയ്യും, അന്വേഷിച്ചിട്ടൊക്കെയാണ് ആപ്ലിക്കേഷൻസ് കൊടുക്കുകയുള്ളൂ. എന്താണ് ഗ്രോത്ത് വിത്ത് റേറ്റ് ഓഫ് ഓർഗനൈസേഷന്റെ ആ റേറ്റ് അല്ലെ ഇപ്പൊ നിലവിൽ ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത്, താഴ്ത്ത വളർച്ചാ നിരക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്താണ് നെക്സ്റ്റ് പറയുന്നത് ദ ലെവൽ ഓഫ് സീസണാലിറ്റി ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാമേഴ്സ് ആൻഡ് അതായത് ഫ്യൂച്ചർ അല്ലെ സീസൺ ബേസ് ചെയ്തിട്ട് വളർച്ച വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ടോ, ഫ്യൂച്ചർ എക്സ്പാൻഷൻ അത് വിപുലീകരണത്തിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ പ്രോഗ്രാം നമുക്കറിയാം അല്ലെ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അതിന്റെ എന്തെങ്കിലും പ്രത്യേകതകളെല്ലാം ഭാവിയിലേക്ക് വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ടോ, കുറച്ചും കൂടി ഗ്രോത്ത് വളർച്ചു വരാനായിട്ട് ഈ ഒരു എക്സ്പാൻഷൻ കൊണ്ടൊക്കെ സാധിക്കും അല്ലെ വളർച്ചാ നിരക്കൊക്കെ വലുതാവുന്നതനുസരിച്ചിട്ട് ഭാവിയിലേക്ക് കമ്പനി വികസിക്കുമോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സീസണലി നമുക്കറിയാം കാലാനുസൃതമായിട്ട് ഓരോ സീസൺ ബേസ് ചെയ്തിട്ട് ചിലപ്പോ അല്ലെ ചില കമ്പനികളൊക്കെ നന്നായിട്ട് അതിന്റെ ടേൺ ഓവർ ഒക്കെ കൂട്ടി വരും, ചില സീസണിൽ അവർക്ക് ഡൗൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു റിക്രൂട്ട്മെന്റ് ഫാക്ടർ തന്നെയാണ്. കൾച്ചർ, എക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് എക്സെട്ര. അതായത് നമുക്കറിയാം സാംസ്കാരിക, സാമ്പത്തിക, അതേപോലെ നിയമപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ചിലപ്പോഴൊക്കെ ചില കമ്പനികളൊക്കെ എന്താണ് നിയമ നടപടികൾക്കൊക്കെ വിധേയമായിട്ട് അതിന്റെ അണ്ടറിലൊക്കെ പോകുന്നതാണെങ്കിൽ ആരെങ്കിലും അപ്ലൈ ചെയ്യുമോ? എന്തെങ്കിലും നിയമം അല്ലേ ഉണ്ടോ? അങ്ങനെയൊക്കെ എന്തെങ്കിലും നിയമത്തിന്റെ കർശനമായ ലീഗലായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ട് പോകുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ആപ്ലിക്കേഷൻസ് ആരെങ്കിലും സ്വീകരിച്ച് അപ്ലൈ ചെയ്യാൻ തയ്യാറാവോ? അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തകർച്ച അല്ലെ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തിക തകർച്ചയിൽ നിൽക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളാണെങ്കിൽ അവിടേക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്യോ? ഇല്ല. അപ്പൊ കൾച്ചറൽ, എക്കണോമിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് അത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം എന്താണ് നമ്മുടെ റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഓക്കെ, അതാണ് കൾച്ചർ, എക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഘടകങ്ങൾ ഈ റിക്രൂട്ട്മെന്റിനെ ബാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിലേക്ക് വെച്ചാൽ മതി. നമ്മളൊരു സ്ഥാപനത്തിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കും അല്ലെ.
അവിടെ എന്തെങ്കിലും വിറ്റുവരവിനനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൂട്ടിത്തരോ, സാലറി കൂട്ടിത്തരോ, ഇൻക്രിമെന്റുകൾ എന്തെങ്കിലും കൂട്ടിത്തരോ, അല്ലെങ്കിൽ ഇതിന്റെ സൈസ്, അല്ലെ ഇതിന്റെ ആ ഓർഗനൈസേഷൻ എത്രത്തോളം വലിയൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ നിലവിൽ അതിന്റെ ഗ്രോത്ത് റേറ്റ് എന്താണ്, വളർച്ചാ നിരക്ക് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ നടപടികൾക്കോ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തിക തകർച്ചയുടെ വക്കത്ത് നിൽക്കുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും അല്ലെ മറ്റു പല കാര്യങ്ങളും കൂടി സെർച്ച് ചെയ്തിട്ട്, അതുപോലെ തന്നെ പണ്ട് കാലത്ത് റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് വിധേയമായിട്ട് എങ്ങനെയാണ് അവരുടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്, പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ അല്ലെ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് അല്ലെ അവിടെയുള്ള തൊഴിലാളികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ, ഇതെല്ലാം സെർച്ച് ചെയ്തിട്ടാണ് ഓരോ പേഴ്സൺസും റിക്രൂട്ട്മെന്റിന് അല്ലെ ശരിക്കും ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നത്. ഇതിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പ്രാക്ടീസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. നമുക്കറിയാം ഓരോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ബിഗ് ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് 3-5 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഏത് ക്വസ്റ്റ്യൻ അല്ലെ അത് എല്ലാ PDF വലിയ PDF തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നിന്ന് പ്രതീക്ഷിക്കാനേ ഉള്ളൂ. റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളത് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തേക്കാം. ആ ഒരു 2 സെന്റൻസുകളും അങ്ങനെ തന്നെ നിങ്ങൾ ക്യാച്ച് ചെയ്ത് പഠിച്ചേക്കാം. മാൻപവർ പ്ലാനിന്റെ കമ്പോണൻസും പഠിച്ചേക്കാം. ഫോർകാസ്റ്റിംഗ്, റിക്രൂട്ട്മെന്റ് പ്ലാന്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് മനുഷ്യ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുക, പ്രവചിക്കുക. ഒപ്പം തന്നെ റിക്രൂട്ട്മെന്റ് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സുകളും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ അതിന്റെ വിടവ് നികത്താൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് പ്ലാൻ തയ്യാറാക്കുക. ഞാൻ എന്താണ് അവിടെയുള്ള തൊഴിലാളികൾക്ക് അല്ലെ അവിടെയുള്ള തൊഴിലാളികളുടെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ, അവരെ മാക്സിമം തന്നെ അവരുടെ മുഴുവൻ കഴിവും യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഉപയോഗപ്രദമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്ലാൻ. അപ്പോ അത് ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു പോവാം. നമ്മൾ ഇത്ര സ്ലോയിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 എലമെന്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ, അപ്പോ പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 എലമെന്റ്സ്. 5 എലമെന്റ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്. പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട 5 എലമെന്റ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റിക്രൂട്ട്മെന്റ് പോളിസി. നമ്മൾ പോളിസി എന്താണെന്നുള്ളത് ജസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്നു. നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നോക്കാം, ഈ റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. അതായത് നിയമനത്തിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട പോളിസി അല്ലെ നയങ്ങളെല്ലാം രൂപീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെ ജോലിക്ക് എടുക്കാം അല്ലെ, ഓരോ വ്യക്തിയെയും എങ്ങനെ അപേക്ഷ ക്ഷണിക്കാം എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയെയും എങ്ങനെ ഹയർ ചെയ്യാം അല്ലെ, ഓരോ അപേക്ഷകളും എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കാനായിട്ട് പ്രേരിപ്പിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് പോളിസീസ് ഡിക്ലറേഷൻ ഓഫ് ഓൺ ഹൗ യു ഹയർ, എങ്ങനെ ഓരോ അപേക്ഷകളെ കണ്ടെത്താം എന്നുള്ളതിന്റെ ഒരു നയപ്രഖ്യാപനമാണ് ഈ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. Then it defines your company's preferred hiring practices and encourages consistency within your employee recruiting process. നമുക്കറിയാം ഓരോ കമ്പനിക്കും അവരുടേതായ നയങ്ങളായിരിക്കും അല്ലെ, അവർക്ക് കുറെ ഇഷ്ടപ്പെട്ട അവരുടേതായിട്ടുള്ള നയങ്ങൾ ഉണ്ടാവും. റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഓരോരുത്തരെയും എംപ്ലോയീസിനെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള നയങ്ങൾ ഉണ്ടാവും. അതായത് അവരുടെ ഇഷ്ടം അല്ലെ, അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും ഓരോ കമ്പനികളും ആ നയങ്ങൾ ഇറക്കിക്കൊണ്ട് വരുന്നത്.
Such a policy declares the objectives of the recruitment and provide a framework of implementation of the recruitment program in the form of procedures. അതായത് നമുക്കറിയാം ഒരു പോളിസി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആ ഒരു കമ്പനി ഇറക്കുന്നതാണ് അല്ലെ. അപ്പൊ അവരുടെ മുന്നിൽ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെ ലക്ഷ്യങ്ങളായിരിക്കും അത്? കൂടുതലായിട്ട് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളായിരിക്കും അതിൽ കൂട്ടിച്ചേർക്കുന്നത്. പ്രധാനമായിട്ട് എന്താണ് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെ. അതൊരു നയം എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുകയും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആയിരിക്കും. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഈ റിക്രൂട്ട്മെന്റ് കൊണ്ട് ഉള്ളത്? ഒബ്ജക്റ്റീവ്സ് അല്ലെ, ഡിക്ലെയർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് പ്രൊവൈഡ്സ് ഫ്രെയിംവർക്ക് ഇംപ്ലിമെന്റേഷൻ, അത് എങ്ങനെയാണ് നടപ്പാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ആയിരിക്കും എന്ത് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഉണ്ടായിരിക്കുക. അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അതുമായി എന്തെങ്കിലും അല്ലെ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ പോളിസിയിൽ ഉള്ളത്. In its broad sense, a recruitment policy sense involves a commitment by the employer to such general principles. നമുക്കറിയാം ഏതൊരു സ്ഥാപനവും അവരിങ്ങനെ പോളിസി ഇറക്കുമ്പോൾ അവരുടേതായ സ്വന്തം നയങ്ങൾ അല്ലെ, അവര് നടപടിക്രമങ്ങളാണ് കൊണ്ടുവരുന്നത്. മെയിൻലി നമുക്കറിയാം എന്താണ് മോസ്റ്റ് ആയിട്ട് ഇവർക്ക് ആവശ്യമുള്ളത് എന്താണ്? നല്ല ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ എ ജോബ്, ഫോർ ഈച്ച് ജോബ്. ഓരോ ഈ ജോലിക്കും ആവശ്യമായിട്ടുള്ള ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനോട് അനുപാതികമായിട്ടുള്ള നയങ്ങളായിരിക്കും അവർ രൂപീകരിക്കുക. ഒപ്പം തന്നെ എന്താണ്? ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രൊമിസിംഗ് ഓഫ് ദോസ് ഹയർഡ്. അതായത് നല്ല അല്ലെ ഏറ്റവും നല്ല ജോലിക്കാര്. നമുക്കറിയാം എപ്പോഴും എന്താണ് തെരഞ്ഞെടുക്കുന്നത് ഉള്ളതിൽ. ഇപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ 100 പേരുടെ അപേക്ഷകളെ ക്ഷണിക്കുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവരെയാണ് അവര് ഹയർ ചെയ്യുന്നത് അല്ലെ, അവര് തെരഞ്ഞെടുക്കുന്നത്. അവര് എന്നിട്ട് എന്താണ് ജോലിക്ക് വേണ്ടിയിട്ട് നിയമിക്കും. എന്നിട്ട് അവർക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെ ഓഫറുകൾ കൊടുത്തിട്ടായിരിക്കും ഈ അപേക്ഷകൾ ക്ഷണിക്കുക? ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ് ആൻഡ് to provide a programs and facilities for personal growth on the job. അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നല്ല ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, നല്ല അവസരങ്ങൾ ഒരു ലൈഫ് ടൈം വരെ. നമുക്കറിയാം ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ജീവിത കാലം വരെയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ്, നല്ല അവസരങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ്? to provide programs and facilities for personal growth on the job. അതായത് എന്തെങ്കിലും അല്ലെ ജോബിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വീണ്ടും എന്താണ് എന്തെങ്കിലും ഭാവിയിലേക്ക് അവരുടെ ജോലി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ള നയങ്ങളെല്ലാം ഇവരുടെ ആ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പോളിസി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അപേക്ഷകൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള നയങ്ങളുടെ രൂപീകരണമാണ്. അപ്പൊ ഈ നയങ്ങളിൽ എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്? ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ട് അവര് പല കാര്യങ്ങളും ഓഫർ ചെയ്യും. എന്താണ് ലൈഫ് ടൈം വരെ അല്ലെ, അവരുടെ ജീവിതാവസാനം വരെ അവരുടെ കരിയർ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ ഓഫർ ചെയ്യും. ഒപ്പം തന്നെ എന്താണ് വീണ്ടും അല്ലെ ഫെസിലിറ്റീസ് പേഴ്സണൽ ഗ്രോത്ത് ഓൺ ദ ജോബ്, അവരുടെ സ്വന്തം വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന്. ഇതാണ് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതിൽ പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെയാണോ? ക്ലിയർ ആണോ?
4 പ്രിൻസിപ്പിൾസും ഒക്കെയാണോ? പോളിസി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും, എന്താണെന്നുള്ളത്. അതേമാതിരി തന്നെ പ്രിൻസിപ്പിൾസിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? ഓരോ ജോലിക്കും അല്ലെ ഏറ്റവും മികച്ചതായ ജോലിക്കാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആ നയത്തിലുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയേർഡ് അല്ലെ, എപ്പോഴും നിയമിക്കപ്പെട്ടവരിൽ ഏറ്റവും അല്ലെ നല്ല ആളുകളെ തന്നെ നിയമിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രിൻസിപ്പിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ്? ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ് ആൻഡ്, അതായത് എന്താണ്? ലൈഫ് ടൈം ജോലി നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ആനുകൂല്യ അവസരങ്ങളെല്ലാം അവർ വാഗ്ദാനം ചെയ്യും അല്ലെ, ലൈഫ് ടൈം വരെ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട അല്ലെ നമ്മളിപ്പോ ഒരു ഇപ്പോ എന്താ പറയുക ഒരു കുറച്ച് ലീവുകൾ കാര്യങ്ങളൊക്കെ അല്ലെ, ആ ടൈമിലൊക്കെ ആണെങ്കിൽ ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പ്രസവാനന്തര ലീവുകളും കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യും. അതിനോടൊപ്പം തന്നെ നല്ലൊരു കണ്ടീഷൻസ് അല്ലെ, ഓപ്പർച്യൂണിറ്റീസുകൾ എന്തെങ്കിലും കരിയർ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ അവർ ഓഫർ ചെയ്യും. Then എന്താണ്? ടു പ്രൊവൈഡ് പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ഓൺ ദ ജോബ്, അതായത് ജോലിയുടെ വ്യക്തിഗത വളർച്ചയ്ക്ക് പ്രോഗ്രാമുകൾക്കും സൗകര്യം കൊടുക്കും എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ടും അവര് നമ്മള് ഒരു ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പല പല മോട്ടിവേഷൻസും അവർക്ക് കൊടുക്കാം അല്ലെ. അപ്പൊ പല മോട്ടിവേഷൻസിൽ പെടുന്ന പ്രധാനപ്പെട്ട പോളിസികളിൽ ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ചെയ്തോ റിക്രൂട്ട്മെന്റ് പോളിസി എന്താന്നുള്ളത്? നെക്സ്റ്റ് എന്താണ്? റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. ഇതിന്റെ ഈ ഒരു 3-4 ഇതും കൂടി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. എന്താണ്? എന്തായാലും പരസ്പരം എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ആയവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ് അടുത്തതിൽ പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. There is no general procedure for hiring new staff which is applicable to all business enterprises. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? പ്രത്യേകിച്ച് ഒരു പുതിയ പേഴ്സണെ നിയമിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കബിൾ ആയിട്ട് പ്രത്യേകിച്ച് പോളിസികളൊന്നുമില്ല. ഒരു സെപ്പറേറ്റ് ഇന്ന റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഒരു നിബന്ധനയുമില്ല. ഓരോ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള നിയമ നിലപാടുകൾ എടുക്കാമെന്നുള്ളതാണ്. There is no general procedure for hiring new staff which is applicable to all business enterprises. Each enterprise has its customized procedure which bring it the desired quantity and quality of manpower at the minimum possible cost. അതായത് നമ്മൾ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചിത ശതമാനം ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അല്ലാതെ സ്പെഷ്യലായിട്ട് ഒരു നിയമ നടപടികളും ഇല്ല. ഇന്ന രീതിയിൽ കൂടെ മാത്രം റിക്രൂട്ട്മെന്റ് നടത്താമെന്നുള്ള നേരത്തെ കൂട്ടിയുള്ള ഒരു നിയമനൂലാമാലകളോ ഒന്നുമില്ല. ഏതൊരു എന്റർപ്രൈസിനും അതിൻ്റെതായ രീതിയിൽ തന്നെ റിക്രൂട്ട്മെന്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ എലമെന്റ്സിലെ 1-2 എലമെന്റ്സ് ആണ് കണ്ടത്. റിക്രൂട്ട്മെന്റ് പോളിസി എന്നുള്ളത്. തന്നെ നെക്സ്റ്റ് എന്താണ്? പോളിസി എന്നുള്ളത് നയങ്ങൾ രൂപീകരിക്കുന്നതാണ്. ഈ നയങ്ങൾ എപ്പോഴും അല്ലെ എല്ലാ ആപ്ലിക്കേഷൻസും സ്വീകരിക്കാൻ പറ്റുന്ന നയങ്ങളായിരിക്കും. ആ നയങ്ങളിൽ പരമാവധി എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കും. അതായത് പ്രധാനമായിട്ടും അവർ ചിന്തിക്കുന്നത് ഓരോ ജോലിക്കും അനുയോജ്യമായ വ്യക്തികളെ കണ്ടെത്തുക, ആ കണ്ടെത്തിയിൽ നിന്ന് ഏറ്റവും നല്ല വ്യക്തികളെ കണ്ടെത്തുക, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറെ ഓഫറുകൾ അല്ലെ ആപ്ലിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഓഫറുകളെല്ലാം അവർ കൊടുക്കും. അത് എത്തരത്തിലുള്ള ഓഫറുകളാണ്? ലൈഫ് ടൈം വരെ അല്ലെ ജീവിതകാലം വരെയും അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഫെസിലിറ്റീസ് അല്ലെ പേഴ്സണൽ ആയിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ പ്രോഗ്രാമുകളും ഫെസിലിറ്റീസ് ഒക്കെ ഈ ഒരു സ്ഥാപനം പ്രദാനം ചെയ്യുന്നതിനുള്ള ഓഫറുകൾ കൊടുത്തിരിക്കും. നെക്സ്റ്റ് എന്താണ്? റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിയമ നിലപാടുകളൊന്നുമില്ല. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. കണ്ടിന്യൂ ചെയ്യാമോ? ടെസ്റ്റ് വായിച്ചു നോക്കാം. ഇതും അങ്ങനെ പറഞ്ഞു പോകാവുന്ന കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചു മാത്രമേ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങൾ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സുകളാണ് അല്ലെ, അതിന്റെ കുറച്ച് ഘടകങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് എലമെന്റ്സുകളാണ്.
അപ്പൊ ഫോർകാസ്റ്റ് മാൻ പവർ റിക്വയർമെന്റ്സ് ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. A requisition or an intent for a recruitment should be submitted by the line official. നമ്മള് സാധാരണയായിട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു റിക്വസിറ്റ്, അതായത് അപേക്ഷ അല്ലെങ്കിൽ ഒരു സൂചന സമർപ്പിക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ് ഡിപ്പാർട്ട്മെന്റ്, the intent should be then checked against the post allotted to the department branch. അതായത് ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് വേണമെന്നുണ്ടാവുള്ള ഒരു റിക്വസ്റ്റ് സമർപ്പിക്കുന്നു. ആ സമർപ്പിച്ച റിക്വസ്റ്റ് അത് അതുമായി ബന്ധപ്പെട്ട ഇത് അല്ലെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തികള് അവരാണ് അത് ചെക്ക് ചെയ്തത്. ഇന്റന്റ് ഷുഡ് ബി then checked against the post allotted to the department or branch. If the intent are found correct, the proposed recruitments are authorized and the initial pay, the scale and other admissible allowance are decided. നമുക്കറിയാം ഇപ്പൊ ഒരു പോസ്റ്റ് അല്ലെ, ഇപ്പൊ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ ഒരു പോസ്റ്റ് വേക്കൻസി വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ മേലധികാരികൾ അവരുമായി ബന്ധപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു തലവൻ എന്താണ് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ചെക്ക് ചെയ്തതിനു ശേഷം അത് ഓക്കെ ആണെങ്കിൽ, ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ വരും. ഇപ്പൊ നിങ്ങൾ ഒരു ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. അവിടെ ഏതെങ്കിലും പോലെ റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ലീവായിട്ട് അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ വരുമ്പോൾ അവിടെ ഒരു വേക്കൻസി വരുന്നു. ആ വേക്കൻസി ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ തസ്തിക അത് കൈകാര്യം ചെയ്യുന്നതിന് മതിയായ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസ് ആയിരിക്കണം പിന്നീട് നമുക്ക് നിയോഗിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർക്ക് എത്രത്തോളം സാലറി ഉണ്ട്, ആ ഒരു വേക്കൻസി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ പ്രപ്പോസൽഡ് റിക്രൂട്ട്മെന്റ്സ് ആർ ഓതറൈസ്ഡ് ആൻഡ് ദ ഇനീഷ്യൽ പേ, അതിന് അംഗീകാരം നൽകുകയാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് എത്രത്തോളം സാലറി അല്ലെങ്കിൽ സ്കെയിൽ ആൻഡ് അത് അഡ്മിസബിൾ അലവൻസ് ആർ ഡിസൈഡഡ്, അതുമായി ബന്ധപ്പെട്ട അലവൻസും കാര്യങ്ങളും ആ ഒരു പേഴ്സൺസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസും അതേമാതിരി തന്നെ അവരുടെ പേയ്മെന്റും അല്ലെ സാലറിയും എന്തെങ്കിലും ഇനീഷ്യൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം അതുമായി എന്താ പറയുന്നത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് the scale and other admissible elements are decided. In the end, job specifications and match specifications are decided in the consultation with the line managers. നമുക്കറിയാം ലൈൻ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് മുതൽ അല്ലെ മേലുദ്യോഗസ്ഥര് അതിനുശേഷം അടുത്ത പോസ്റ്റുള്ള ഉദ്യോഗസ്ഥര് അങ്ങനെ അവരുടെ ഡിഗ്രിക്ക് അല്ലെ അവരുടെ അന്തസ് അനുസരിച്ചിട്ട് അവരുടെ പൊസിഷൻസ് മാറി മാറി വരും അല്ലെ. താഴേക്ക് വരുമ്പോഴേക്കാണ് അവരുടെ ലോവർ പോസ്റ്റിലേക്കൊക്കെ വരുന്നത്. അവരുടെ പോസ്റ്റ് അനുസരിച്ചിട്ടുള്ള ജോബ് സ്പെസിഫിക്കേഷൻ, നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്നൊക്കെ കണ്ടതാണ് അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് വരുന്നത്. അതായത് ഏത് പോസ്റ്റ് ആണോ ഒഴിവ് വന്നിരിക്കുന്നത് അത് ചെക്ക് ചെയ്ത് അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സാലറീസ് ആണ് കൊടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റിന്റെ അപേക്ഷകൾ ക്ഷണിക്കുന്നത് അല്ലെ. റിക്രൂട്ട്മെന്റുകളിലൂടെ അപേക്ഷകൾ ക്ഷണിക്കുന്നത് ശരിയല്ലേ. ഒരു വേക്കൻസി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെ അതിന്റെ ക്വാളിഫിക്കേഷൻ എത്രത്തോളം വേണമെന്ന് ചോദിച്ചിട്ട് ആപ്ലിക്കേഷൻസ് ക്ഷണിക്കേണ്ടി വരും. ആ ഒരു കാര്യമാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സിൽ വരിക. 2-3 കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്തോളൂ. ഒന്ന് പോളിസി തയ്യാറാക്കുക, റിക്രൂട്ട്മെന്റ് പോളിസി എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്താണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ, ഓരോ സ്ഥാപനത്തിനും റിക്രൂട്ട്മെന്റ് നടപടി എന്ന് പറയാൻ പ്രത്യേകിച്ചുള്ള ഇതുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തി. മറ്റൊന്ന് പറയുന്നത് ഒരു അല്ലെ എവിടെയാണ് ആ ഒരു ആവശ്യകത വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 1-2-3 പോയിന്റ് കൂടെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെയും നിങ്ങൾക്ക് ഓക്കെയാണോ?
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇതിങ്ങനെ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എക്സാമ്പിൾസ് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ക്യാച്ച് ചെയ്യാനായിട്ട് ഒരു സെന്റൻസ് വെച്ച് പറയുമ്പോൾ അതിന്റെ ആ ഒരു മീനിങ്ങിലേക്ക് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം സെന്റൻസ് ബേസ് ചെയ്തിട്ടല്ല ഇതിന്റെ ആ ഒരു ഫുൾ മീനിങ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ സെന്റൻസ് വെച്ച് തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി എന്താ പറയണ മീനിങ്ങിലേക്ക് എത്തുമ്പോൾ അത് മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ചുപേര് മിക്കപ്പോഴും ക്ലാസ്സിൽ ക്ലിയർ ആണ്, പക്ഷെ കുറച്ചുപേർക്ക് ഇങ്ങനെ ഡൗട്ടുകൾ ഉണ്ട്. അവരെ കൂടി ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലാണ് എനിക്കും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. കാരണം ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കുട്ടികളെ കുറച്ചു പേർക്ക് മാത്രമല്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. താങ്ക് യു.